a line capital letter AB, that is a line capital letter AB, 60 mm long, inclined at an angle 30 degree with the SP and 45 degree with the VP. The line capital letter A 20 mm in front of VP and 15 mm above HP. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത സെയിം പ്രോബ്ലം തന്നെ. അപ്പോൾ ജസ്റ്റ് ഗിവൻ ആയിട്ട് എഴുതിയാണ്. ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ ക്യാപിറ്റൽ എ ബി ഈസ് ഈക്വൽ ടു എത്ര വരും? ഒരു 60. തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി ഇരിക്കട്ടെ, എക്സാമ്പിൾ ആണ്. ഫൈ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. പോയിന്റ് എ ലൊക്കേഷൻ 15 mm above HP, 20 mm in front of VP. അപ്പോൾ ലൈൻ ക്യാപിറ്റൽ എ ബി എന്ന് പറയുമ്പോൾ എന്താ ഒരു ചിത്രം? ഇത് VP, ഇത് SP. പോയിന്റ് എ 15 mm above SP, 20 mm in front of VP എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇതാണ് ക്യാപിറ്റൽ എ. ജസ്റ്റ് സേ ഇറ്റ് ഈസ് 15 mm above HP and 20 mm in front of VP എന്ന് വിചാരിക്കും. പിന്നെ ഈ ലൈൻ ഉള്ളത് എങ്ങനെയാണ്? ദിസ് ലൈൻ ഈസ് ഇൻക്ലൈൻ ടു ബോത്ത് SP ആൻഡ് VP ആണ്. അപ്പോൾ ഇവിടെ ഇത് ഈ വൈറ്റ് ബോർഡ് വെർട്ടിക്കൽ പ്ലെയിനും ഇവിടുത്തെ ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ടാവും മുന്നോട്ടേക്ക്, അത് ഹൊറിസോണ്ടൽ പ്ലെയിനുമാണ്. അതിപ്പോൾ ഇവിടെ കാണാൻ പറ്റില്ല. ജസ്റ്റ് ഈ നമ്മൾ എന്താ പറയുക ഗ്രൗണ്ട് ഫ്ലോർ എന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതേ മാതിരി ഇത് VP, ഇത് SP, ഗ്രീൻ എന്ന് പറയുന്നത് SP. അപ്പോൾ ഇങ്ങനെയുള്ള ലൈൻ ഇങ്ങനെയല്ല, ഏകദേശം ഇതേ മാതിരി ഇൻക്ലൈൻ ടു ബോത്ത് SP ആൻഡ് VP. അപ്പോൾ ഇതിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കുക, A', B' ഇവിടെ ഇങ്ങനെ ഉണ്ടാവും, AB, SP ഉണ്ടാവും. ആ A', B' എന്നതിൻ്റെ പേരാണ് എലിവേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ എന്ന് പറയും. AB എന്നതിൻ്റെ പേരാണ് പ്ലാൻ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ എന്ന് പറയും. ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP എന്ന് പറയുമ്പോൾ A', B' ഓൾവേസ് ലെസ് ദാൻ ട്രൂ ലെങ്ത്. ഇൻക്ലൈൻ ടു SP ആൻഡ് VP എന്ന് പറയുമ്പോൾ AB അതായത് പ്ലാൻ സ്പോളർ AB അതായത് പ്ലാൻ എന്ന് പറയുന്നതും ലെസ് ദാൻ ട്രൂ ലെങ്ത്. തീറ്റ ഓൾവേസ് ലെസ് ദാൻ ആൽഫ, ഫൈ ഓൾവേസ് ലെസ് ദാൻ ബീറ്റ. A', B' ഈസ് ലെസ് ദാൻ ട്രൂ ലെങ്ത്. AB സ്പോളർ AB ഈസ് ഓൾസോ ലെസ് ദാൻ ട്രൂ ലെങ്ത്. അത് കഴിഞ്ഞ ദിവസം പഠിച്ചു. അപ്പോൾ ഓർമ്മിക്കുക, ഇതൊരു പോയിന്റ് ഇവിടെ ഒരു ക്യാപിറ്റൽ എ ബി ഉണ്ട്. ഇൻക്ലൈൻ ടു ബോത്ത് SP ആൻഡ് VP എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചിത്രം എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതുക, ബീൻ്റെ വഴി പ്രൊജക്റ്റ് ചെയ്യുക. ഇത് B', ഇതെന്ത് വരും? B വരും. ഇതെന്താ മാറി? ഇവിടെ A' ഇവിടെ പ്രൊജക്റ്റ് ചെയ്തു, താഴെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? സ്പോൾ ട്രെയിൻ കിട്ടി. ഇനി A', B' ജോയിൻ ചെയ്യാം. ഇതിൻ്റെ പേരാണ് എലിവേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ എന്ന് പറയും. സ്പേസിലുള്ള ക്യാപിറ്റൽ ലെറ്റർ AB എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആണ്. കാരണം ഇൻക്ലൈൻ ടു ബോത്ത് SP ആൻഡ് VP എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന വ്യൂ അതായത് എലിവേഷൻ എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ ട്രൂ ലെങ്ത് ക്യാപിറ്റൽ ലെറ്റർ AB. ഇൻക്ലൈൻ ടു ബോത്ത് SP ആൻഡ് VP എന്ന് പറയുമ്പോൾ HP-യിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന വ്യൂ ദാറ്റ് ഈസ് പ്ലാൻ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ ഈസ് ഓൾസോ ഓൾവേസ് ലെസ് ദാൻ ട്രൂ ലെങ്ത് ക്യാപിറ്റൽ ലെറ്റർ AB. ഇവിടെ ഇതും കിട്ടി, സ്മോൾ AB കിട്ടി, ഇവിടെ A', B' കിട്ടി, AB കിട്ടി. ഈ A', B' ലെങ്ത് ഇതിനേക്കാൾ കുറവാണ്, AB ലെങ്ത്തും ഇതിനേക്കാൾ കുറവാണ്. പിന്നെ ഈ A', B' ഈ കാണുന്ന ഇതിനെ വഴി എക്സ്പ്ലെയിൻ ആയി ഇന്റർസെക്ഷൻ ഓഫ് VP ആൻഡ് SP എക്സ്പ്ലെയിൻ ആയി. ഈ A', B', XY നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ എപ്പോഴും എന്താണ്? ആൽഫയാണ്. അതേമാതിരി സ്മോളർ AB അതായത് പ്ലാനും അതേമാതിരി ഈ XY ലൈനും അതിൻ്റെ ഇവിടെ ഉള്ളത് ഓൾവേസ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ബീറ്റയാണ്. അപ്പോൾ ട്രൂ ലെങ്ത് ഓഫ് ദി ലൈനും ഈ സ്പേസിലുള്ള ഇതും ഈ കാണുന്ന ഹൊറിസോണ്ടൽ പ്ലെയിനും മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. അതേമാതിരി ട്രൂ ലെങ്ത് ഓഫ് ദി ലൈനും ഈ കാണുന്ന വെർട്ടിക്കൽ പ്ലെയിനും അത് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇത് ബീറ്റയാണ്, ഫൈ ആണ്. അപ്പോൾ ഫൈ നമുക്ക് എപ്പോഴും മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. തീറ്റ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. ബീറ്റ എന്ന് പറയുന്നത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. ആൽഫ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. തീറ്റൻ്റെ വാല്യൂ ആൽഫയുടെക്കാളും കുറവായിരിക്കും, തീറ്റയുടെ വാല്യൂ ആൽഫയുടെക്കാളും കുറവായിരിക്കും. ബീറ്റയുടെ വാല്യൂ ഫൈവായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബീറ്റയുടെ വാല്യൂ കൂടുതലായിരിക്കും. A', B' എന്ന് പറയുന്നത് ക്യാപിറ്റൽ AB
ലെങ്തിനെക്കാളും ചെറുതായിരിക്കും. സ്മോൾ ലെറ്റർ എ ബി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ ബി ആണ് ട്രൂ ലെങ്തിനെക്കാളും ചെറുതായിരിക്കും. ഇത്രയും മനസ്സിലായി ഉത്തരവായി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വരിക? ഇവിടെ ഒരു XY ലൈൻ വരും. പ്രൊജക്റ്റേഴ്സ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ ആദ്യം വരയ്ക്കുക. കാരണം എ എന്ന് പറഞ്ഞ പോയിന്റിൽ എന്താ പറയുക ഫിക്സഡ് ആണ്. ഇത്ര ഇൻ ഫ്രണ്ട് ഓഫ് VP ഡിസ്പ്ലേ ദ ഡിസ്റ്റൻസ് അബവ് SP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പോയിന്റ് ക്യാപിറ്റൽ ലെറ്റർ A is fixed and B is moving like this. B is moving like this. കണ്ടോ, ഇങ്ങനെയാണ് B മൂവ് ചെയ്യുന്നത്. B is just moving like this. പക്ഷെ ബിക്ക് നമ്മൾ ഫിക്സ് ചെയ്തു എങ്ങനെ? 30 ഡിഗ്രി വിത്ത് SP ആൻഡ് 45 ഡിഗ്രി വിത്ത് VP എന്ന് പറഞ്ഞിട്ട് B ഫിക്സ് ചെയ്തു. പക്ഷെ എക്കാണ് ഇമ്പോർട്ടൻസ്. കാരണം ഇത്ര ഡിസ്റ്റൻസ് അബവ് SP, ഇത്ര ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എക്കാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബീനെ ഫിക്സ് ചെയ്ത് ചെയ്യാം. പക്ഷേ അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. എപ്പോഴും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോവുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ചിലപ്പോൾ റയർ കേസിൽ റൈറ്റിൽ ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും. അത് അത്രയും ഡിഫിക്കൽട്ടായിട്ടൊരു പ്രോബ്ലം ആയിരിക്കും. നിങ്ങൾ സാധാരണ ചെയ്യുന്ന പ്രോബ്ലം എപ്പോഴും ലെഫ്റ്റ് റൈറ്റിലേക്ക് പോയാൽ മതി. അപ്പോൾ ഇവിടെ ഏകദേശം ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ മതി. നോക്കുമ്പോൾ ഇവിടെ ഇത് കണ്ടോ, ഇങ്ങനെ ഉണ്ടാകും. ഇത് വരിക 15, ഇത് 20. ഇനി ഏകദേശം ഇതിനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം ആൻസർ കിട്ടി. ഇനി നമ്മളിതിൻ്റെ കൃത്യമായിട്ട് ചിത്രം വരക്കാൻ വേണ്ടിയിട്ട് വേണം ഈ കാണുന്ന 3Dയിലുള്ള ക്യാപിറ്റൽ ലെറ്റർ നമ്മൾ ഈ ലൈനിൽ ഇങ്ങനെയുള്ള ഇതിനെ നമ്മളിങ്ങനെ നമ്മൾ എടുത്ത് മാറ്റുക. എടുത്ത് മാറ്റുമ്പോൾ ഇതങ്ങ് പോയി, ഈ ചിത്രം മൊത്തം പോയി, ഇതങ്ങ് പോയി, ഇവിടെ ഇത് പോയി, ഇത് പോയി, ഏകദേശം ഇതെല്ലാം പോകും. അപ്പോൾ ഇവിടെ ഇത് XY ലൈനാണ്. ഇവിടെ B' ഇതിണ്ടാവില്ല, ഈ ലൈൻ ഉണ്ടാവില്ല. ഏകദേശം ഇതേമാതിരി ഇവിടെ ഏകദേശം നോട്ട് പെർഫെക്റ്റ്. ഇത്ര കിട്ടുന്നത് നമുക്ക് ഇനി ആൻസർ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ A' ഇവിടെ കിട്ടി. ഏകദേശം ഈ 15 ഇവിടെ ഞാൻ വരച്ചു. ഇനി ഈ കാണുന്ന 20, ഇത് ഞാൻ പറഞ്ഞല്ലോ റൊട്ടേറ്റ് ടുവേർഡ്സ് ഡൗൺവേർഡ് ഡയറക്ഷൻ 90 ഡിഗ്രി. കാരണം ഫ്രണ്ടിൽ നിന്നാണ് ഇയാൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കത് കിട്ടി, A കിട്ടി 20. പിന്നെ ഈ കാണുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കും. ഇവിടെ ഇറ്റ് ഇസ് പാരലൽ ടു ദിസ് വൺ, അതാണ് ഈ കാണുന്ന ലൈൻ. ഇനി ഇവിടുന്ന് എന്ത് ചെയ്യണം? നമ്മൾ ആൽഫ ലൈൻ, ആൽഫ അറിയില്ല, ഇങ്ങനെ വരും. തീറ്റ എന്ന് പറയുന്നത് 20 ഡിഗ്രിയാണ്, 30 ഡിഗ്രിയാണ്. ആൽഫ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ തീറ്റ. അപ്പോൾ ഇവിടെ 0 ആണ്. 0, 10 ഡിഗ്രി, 20 ഡിഗ്രി അങ്ങനെ പോവാണ്. സോ ഇവിടെ A', B' വരും. പിന്നെ എന്ത് വരും? ഇത് താഴെ ഇവിടെ AB വരും. AB കാരണം ഇതാണ് ഇതിന് പാരലാണ് ഇത് XY ലൈന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബീറ്റ എന്ന് പറയുന്നത്. ബീറ്റ എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 5 ആയിരിക്കും. 5 എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണെങ്കിൽ ഒരു 54 അങ്ങനെ നിന്ന് വരും ഈ ആംഗിൾ. ഇതാണ് നമ്മുടെ ആൻസർ. ഇതിന് വരിക B' Bയും എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിൽ വരണം, A' Bയും എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ വരണം. ഇതിനെ പറയുന്ന പേരാണ് പ്രൊജക്റ്റേഴ്സ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ A എന്ന് പറയും. ഇതിനെ പറയുന്നത് പ്രൊജക്റ്റേഴ്സ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ B എന്ന് പറയും. പ്രൊജക്റ്റേഴ്സ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ A, പ്രൊജക്റ്റേഴ്സ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ B. A' Bയും എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിൽ വരണം, B' Bയും എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിലേക്ക് വരണം. അപ്പോൾ ഇനി നമുക്ക് ഇത് എങ്ങനെ ഒന്നും കൂടി നീറ്റായിട്ട് വരക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതാണ് ഒബ്സർവറിൻ്റെ പൊസിഷൻ. ഈ കാണുന്ന പെന്ന് ഇതാണ് ഒബ്സർവർ എന്ന് വിചാരിക്കുക. ദിസ് ഈസ് ഒബ്സർവർ, ഈ കാണുന്ന ബ്ലാക്ക് പെന്ന്. അപ്പോൾ ഞാൻ ഇവിടുന്ന് നോക്കിയിട്ട് ഇവിടെ ഓൾറെഡി വരച്ചിട്ടുള്ള ക്യാപിറ്റൽ ലെറ്റർ AB എന്ന് പറഞ്ഞ ലൈനിനെ ഇവിടെ പ്രൊജക്റ്റ് ചെയ്തു. പിന്നെ ഇയാൾ മേലെ നോക്കി സ്മോൾ ലെറ്റർ ABനെ ഇവിടെ പ്രൊജക്റ്റ് ചെയ്തു. ദെൻ അഗൈൻ ഹി കം ബാക്ക് ടു ഹിസ് ഇനീഷ്യൽ പൊസിഷൻ. പിന്നെ ഇവിടുന്ന് വേണം ഫൈനൽ വ്യൂ നോക്കാൻ. ആ ഫൈനൽ വ്യൂ നോക്കുന്ന സമയത്ത് A' B' മാത്രമേ കാണൂ, ഈ SP-യിലുള്ളത് കാണില്ല. അപ്പോൾ എന്ത് വേണം? ഈ കാണുന്ന SP ഇങ്ങനെ ഉള്ളത് നോട്ട്ബുക്ക് മാതിരി ജസ്റ്റ് ലൈക്ക് ദിസ് മതി, ഇങ്ങനെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഒബ്സർവർ ഇവിടെ ഉള്ളത്. ഇനി എന്താ ഇതിനിങ്ങനെ തിരിക്കുക. അപ്പോൾ കിട്ടുന്ന വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിന് താഴോട്ടേക്ക് തിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് A' B' AB. അതായത് ആദ്യം ഫ്രണ്ട് നോക്കുക, പ്രൊജക്റ്റ് ചെയ്യുക, മേലെ നോക്കുക, ഇവിടെ പ്രൊജക്റ്റ് ചെയ്യുക, വീണ്ടും ഒബ്സർവറുടെ പഴയ പൊസിഷനിലേക്ക് വരിക, എന്നിട്ട് ഇതിനെ താഴോട്ടേക്ക് തിരിക്കുക. ഫ്രണ്ട് നോക്കുക, ക്യാപിറ്റൽ ലെറ്റർ പ്രൊജക്റ്റ് ചെയ്യുക, പിന്നെ അയാളൊരു ഫ്ലൈയിങ് ബേർഡ് മാതിരി അയാൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ നോക്കുക. അയാൾക്ക് ചിറകുണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഇറ്റ്സ് ഗോയിങ് ജസ്റ്റ് ലൈക്ക് എ ഫ്ലൈയിങ് ബേർഡ്. അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നോക്കി ഫ്രണ്ടിൽ പ്രൊജക്റ്റ് ചെയ്തു, ദെൻ ജസ്റ്റ് ഗോ ലൈക്ക് എ ഫ്ലൈയിങ് ബേർഡ് പ്രൊജക്റ്റ് ചെയ്തു,
HP കിട്ടി. ആ മനുഷ്യൻ വീണ്ടും പഴയ പൊസിഷനിലേക്ക് വരും. അപ്പോൾ കാണാൻ പറ്റില്ല, HP കാണാൻ പറ്റില്ല, തിരിക്കുക. ആൻസർ കിട്ടി. ഇനി നമ്മൾ ഈ ഇൻക്ലൈൻഡ് ബോത്ത് HP ആൻഡ് VP എന്ന് പറയുന്ന പ്രോബ്ലം നമുക്ക് പെട്ടെന്ന് ഇതാണ് നമ്മുടെ ആൻസർ. ഏകദേശം ഈ മെത്തേഡിലാണ് ആൻസർ വരുവാൻ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു മെത്തേഡിലാക്കിയാൽ പോലും ചില ആൾക്കാർ ഇതിനെപ്പറ്റി വ്യക്തമായ ഐഡിയ ഇല്ലെങ്കിൽ ചില ആൾക്കാരുടെ A' ഇവിടെ ഉണ്ടാവും, B' ഇവിടെ ഉണ്ടാവും, A ഇവിടെ ഉണ്ടാവും, B ഇവിടെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയത് ഫുൾ തെറ്റാണ്. അപ്പോൾ അതിനാണ് ഞാൻ ഈ ചിത്രം വരക്കാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടും. A' B' XY ലൈനിന് മേലെ വരും, AB XY ലൈനിന് താഴെ വരും. ചില പ്രോബ്ലത്തിൽ A' ഇവിടെയും B' ഇവിടെയും ഇങ്ങനെയൊക്കെ വരും. പക്ഷേ ഈ പ്രോബ്ലം അങ്ങനെയല്ല എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇൻക്ലൈൻഡ് ബോത്ത് SP ആൻഡ് VP എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസറാണ് ഏകദേശം ഇത്. പക്ഷേ ഇത് എത്രയാണ് ഇതിൻ്റെ ലെങ്ത്ത് അതൊന്നും നമുക്കറിയില്ല. അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളെന്ത് വേണം, ഈ ഇൻക്ലൈൻഡ് ബോത്ത് SP ആൻഡ് VP എന്ന് പറയുന്ന ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിന് ഏതെങ്കിലും ഒരു പ്ലെയിനിന് നമ്മൾ പാരലാക്കി വെക്കുക. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ ലൈനിന് ഇതാണ് ലൈന്, ഇതിന് ഞാൻ ഈ കാണുന്ന വൈറ്റ് ബോർഡിന് പാരലാക്കി വെക്കുന്നു. അങ്ങനെ വെക്കുന്ന സമയത്ത് ഈ ഒബ്സർവർ ഇവിടുന്ന് നോക്കുന്നു. അപ്പോൾ എനിക്കെന്താ കിട്ടുക, ഇപ്പോൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. നൗ ദിസ് ലൈൻ ഈസ് ഇൻക്ലൈൻഡ് ബോത്ത് SP ആൻഡ് VP. അപ്പോൾ ഇതിൻ്റെ A' B' AB ആണ് ആൻസർ എന്ന് മനസ്സിലായി. പക്ഷെ എത്രയാണ് A' B' എത്രയാണ് AB അത് നമുക്കറിയില്ല. അത് കിട്ടണമെങ്കിൽ ആദ്യം ഈ ഇൻക്ലൈൻഡ് ബോത്ത് SP ആൻഡ് VP എന്ന് പറയുന്ന ഈ ലൈനിന് നമ്മളെന്ത് വേണം, ഏതെങ്കിലും ഒരു പ്ലെയിനിന് ഐദർ VP ഓർ HP പാരലാക്കി വെക്കുക. നമ്മൾ സാധാരണ ചെയ്യുക, ഫസ്റ്റ് VPക്ക് പാരലാക്കിയിട്ട് വെക്കും, HPക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് വെക്കും. VPക്ക് പാരലാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിനിൽ നിന്ന് ഈ ലൈനിൻ്റെ മേലുള്ള ഓരോ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. സെയിം ആകുമ്പോൾ ഈ കാണുന്ന ട്രൂ ലെങ്ത് എത്രയാണോ അതന്നെയായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. പക്ഷെ അതീസിക്കൊണ്ട് A' B' എന്ന് പറയാൻ പാടില്ല. നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്, ഇൻക്ലൈൻഡ് ബോത്ത് SP ആൻഡ് VPയിൽ എന്ത് കിട്ടുന്നു, A' B'. ഇങ്ങനെ എഴുതുക, അതായത് ഇൻക്ലൈൻഡ് ടു ബോത്ത് HP and VP കേസ്. ഇൻക്ലൈൻഡ് ടു ബോത്ത് HP ആൻഡ് VP കേസ്. അതായത് ഈ കേസിൽ ട്രൂ ലെങ്ത് ക്യാപിറ്റൽ AB ഗ്രേറ്റർ ദാൻ A' B'. ട്രൂ ലെങ്ത് ക്യാപിറ്റൽ AB ഗ്രേറ്റർ ദാൻ സ്മോൾ AB. ഇതിനെ പറയും എലിവേഷൻ, ഇതിനെ പറയും പ്ലാൻ. പിന്നെ ആൽഫ ഗ്രേറ്റർ ദാൻ തീറ്റ, ബീറ്റ ഗ്രേറ്റർ ദാൻ ഫൈ. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് ഇൻക്ലൈൻഡ് ടു ബോത്ത് SP ആൻഡ് VP കേസ്. ഇനി ഇത് നോട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് സെക്കൻഡ് കേസ്, അതായത് എന്താ പറയുക, ഇൻക്ലൈൻഡ് ടു HP ആൻഡ് പാരലൽ ടു VP കേസ്. പാരലൽ ടു VP, അതായത് ഇത് വെർട്ടിക്കൽ പ്ലെയിന്, ഇതൊരു ഹൊറിസോണ്ടൽ പ്ലെയിന്, ഇവിടെ ഒരു പോയിന്റ്, ഇത് ക്യാപിറ്റൽ AB ഇങ്ങനെയുണ്ട്, ഇത് B, ഇത് A. This is theta. HP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. ഇത് 20 ഇൻ ഫ്രണ്ട് ഓഫ് ആംഗിൾ, ഇത് എത്രയാണ്, സെയിം ആണ് 20 തന്നെ. അതായത് ഇൻക്ലൈൻഡ് ടു SP പാരലൽ ടു VP. അപ്പോൾ ഈ കാണുന്ന ക്യാപിറ്റൽ ABൻ്റെ ലെങ്ത് എത്രയാണോ ആ ലെങ്ത് തന്നെ നമുക്ക് ഇവിടെ കിട്ടും. സോ A' B'. അപ്പോൾ ഈ കേസിൽ ട്രൂ ലെങ്ത് ക്യാപിറ്റൽ AB is equal to സ്മോൾ A' B' equal to എലിവേഷൻ. രണ്ട് സെയിം ആണ്. എന്നാൽ പ്ലാനോ ഇവിടെ B, ഇത് A. കാരണം ഇത് തീറ്റ ആണ്. കാരണം ഈ ലൈന് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലൽ അല്ല. ദർഫോർ ട്രൂ ലെങ്ത് ക്യാപിറ്റൽ AB ഗ്രേറ്റർ ദാൻ സ്മോൾ AB പ്ലാൻ. ഇൻ ദിസ് കേസ് തീറ്റ ഈക്വൽ ടു ആൽഫ. ശരിയല്ല, ഇതിങ്ങനെ ഈ ലെങ്ത് തന്നെയാണ് ഇത്. അപ്പോൾ ഇവിടെ നമ്മൾ ആൽഫ എഴുതുക. പക്ഷെ തീറ്റ ഈക്വൽ ടു ആൽഫ ആയിരിക്കും. എന്നാൽ ഈ കേസിലോ ഫൈ ബീറ്റ വലുത്, ഫൈ ചെറുതായിരിക്കും. ഓക്കെ, ഇത് തീറ്റ ഈക്വൽ ടു ആൽഫ. എന്നിട്ട് ഈ കേസിൽ ഫൈയും ബീറ്റയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് തീറ്റ ഈക്വൽ ടു ആൽഫ. ഓക്കെ, here there won't have any beta. Phi equal to 0 degree. Okay, phi beta equal, there is no angle. Inclined to SP and parallel to VP അല്ലേ. പാരലൽ ടു VP എന്ന് പറയുമ്പോൾ അവിടെ ആംഗിൾ ഇല്ലല്ലോ. Phi equal to 0 degree. Phi equal to 0 degree. So
a line parallel to VP and inclined to SP എന്ന് പറയുമ്പോൾ true length of the AB is equal to A dash B dash. True length of the AB plan നമ്മൾ കമ്പാരിസൺ true length of the line AB വലുതായിരിക്കും, plan length ചെറുതായിരിക്കും. പിന്നെ ഇവിടെ തീറ്റ ഈക്വൽ ടു ആൽഫ ആണ്, എന്താണ് പറയുന്നത് ഫൈ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി. അവിടെ ആംഗിൾ ഉണ്ടാവില്ല. When a line parallel to VP, then phi equal to 0. When a line parallel to SP, then theta equal to 0. ഇനി ഇതേ തന്നെ നമുക്കൊന്നും കൂടി നോക്കാം. ജസ്റ്റ് parallel to HP, inclined to VP. Parallel to SP, inclined to VP കേസ്. ഇത് vertical plane, ഇത് horizontal plane. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ലൈൻ ജസ്റ്റ് ലൈക്ക് ദിസ് ഇങ്ങനെ. അത് പ്ലെയിനിൽ നിന്ന് ഇത് ഈ ഒരു പോയിന്റ് ബ്ലാക്ക് ബോർഡിൽ, മറ്റേ പോയിന്റ് ഈ ഒരു പോയിന്റ് വൈറ്റ് ബോർഡിൽ, ഈ കാണുന്ന പോലെ വൈറ്റ് ബോർഡിൽ പുറത്തേക്ക്. എന്നാൽ ഈ ലൈൻ എന്ന് പറയുന്നത് ഈ കാണുന്ന HP പാരലൽ, ബട്ട് ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ്. അപ്പോൾ എന്താ പറയുക, ഈ ലൈൻ ക്യാപിറ്റൽ AB, ഇറ്റ് ഈസ് തീറ്റ. സോ പാരലൽ ടു SP എന്ന് പറയുമ്പോൾ എന്താ വരിക, പാരലൽ ടു SP വരുമ്പോൾ തീറ്റ ഈക്വൽ ടു 0. പിന്നെ ഫൈ എന്ന് പറയുന്നത് എന്താണ്, തീറ്റ ഈക്വൽ ടു ഇൻക്ലൈൻ പാരലൽ ടു VP വരുമ്പോൾ ഫൈ ഈക്വൽ ടു 0, പാരലൽ ടു SP വരുമ്പോൾ തീറ്റ ഈക്വൽ ടു 0, ആൽഫ ഈക്വൽ ടു 0. അതൊക്കെ അതേമാതിരി ഫൈ എന്ന് പറയുന്നത് ഇങ്ങനെ വരും, ബീറ്റ വലുത്, ഫൈ ചെറുതായിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ദി ആംഗിൾ ബീറ്റ. അതായത് വെർട്ടിക്കൽ പ്ലെയിനും ഈ കാണുന്ന ട്രൂ ഈ ലൈനും മേക്ക് ചെയ്യുന്ന ദിസ് ആംഗിൾ ഉണ്ടല്ലോ, അത് ബീറ്റ ആണ്. ഇതാണ് HP. ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് HP, മറ്റൊരു VP ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ക്യാപിറ്റൽ ട്രേബിനെ താഴെ പ്രൊജക്ട് ചെയ്യാം, സ്മോൾ. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യാം, ഒബ്സർവർ ഇവിടെ നിൽക്കുന്നത് ആയിരിക്കും. അപ്പോൾ പാരലൽ ടു HP, ഇൻക്ലൈൻ ടു VP എന്നാണ് പറയുന്നത്. പാരലൽ ടു SP എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എന്ത് വേണം, ഈ ഒബ്സർവർ ഇവിടുന്ന് നോക്കാൻ പാടില്ല, അയാൾ ഇവിടുന്ന് നോക്കുക. പാരലൽ ടു SP പറയുമ്പോൾ ട്രൂ ലെങ്ത് നമുക്ക് ഇവിടെ കിട്ടുമല്ലോ. ട്രൂ ലെങ്ത് എവിടെ നിന്നാണ് വേഗം കിട്ടുക, അത് ആദ്യം നമ്മൾ നോക്കണം. പാരലൽ ടു SP വരുമ്പോൾ ഒബ്സർവർ ആദ്യം മേലെ നോക്കുക, ഇവിടെ പ്രൊജക്ട് ചെയ്തു. സോ ദിസ് ഈസ് സ്മോൾ AB. ഇനി ഇദ്ദേഹം ഇവിടെ വന്നു, ഇത് ഇങ്ങോട്ടൊക്കെ പ്രൊജക്ട് ചെയ്തു. ദാറ്റ് ഈസ് A ഡാഷ് B ഡാഷ്. ഈ B നോട്ട് പ്രൊജക്ട് ചെയ്തു, A ഡാഷ് B ഡാഷ്. ഇത് ഇവിടെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തു, A ഡാഷ് B ഡാഷ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, ട്രൂ ലെങ്ത് ക്യാപിറ്റൽ ലെറ്റർ AB ഈക്വൽ ടു സ്മോൾ ലെറ്റർ AB പ്ലാൻ. അതേപോലെ ട്രൂ ലെങ്ത് ക്യാപിറ്റൽ ലെറ്റർ AB എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ A ഡാഷ് B ഡാഷ്, ദാറ്റ് ഈസ് എലിവേഷൻ. ഇത്രയും കാര്യം ഓർമ്മിച്ചാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ തീറ്റ ഈക്വൽ ടു 0, ആൽഫ ഈക്വൽ ടു 0 ഇങ്ങനെ ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. ഇനി നമുക്ക് വേറെ പ്രോബ്ലത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെക്കുക, യൂസ്ഫുൾ ആവും. ഇനി നെക്സ്റ്റ് ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, അതിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതാണ്. ആദ്യം ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് ടു ബോത്ത് SP. ഇപ്പോൾ തീറ്റ ഫ്രണ്ട് നോക്കുമ്പോൾ കാണും, ഫൈ എന്ന് പറയുന്നത് മേലെ നോക്കുമ്പോൾ കാണുന്നത്. ഇത് 20 mm, ഇത് 15 mm അല്ലേ, 15 mm. ഇത് ക്യാപിറ്റൽ A, ഇത് ക്യാപിറ്റൽ B. ബീനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടി, B ഡാഷ്. താഴോട്ടേക്കാകുമ്പോൾ സ്മോൾ ലെറ്റർ B ഇരിക്കട്ടെ, ഇത് ക്യാപിറ്റൽ A ആണ്. ഇവിടെ A ഡാഷ്, ഇത് A ഇരിക്കട്ടെ. ഇതിവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ പ്ലാൻ ലെങ്ത് കിട്ടും, ഇവിടെ എലിവേഷൻ ലെങ്ത് കിട്ടും. അപ്പോൾ ഇവിടെ തീറ്റ ആകുന്ന സമയത്ത് ഇവിടെ വരിക ആൽഫ, ഫൈ ആകുമ്പോൾ ഇവിടെ വരും ബീറ്റ. അപ്പോൾ തീറ്റ, ആൽഫ, ട്രൂ ലെങ്ത് ഓഫ് ദി ക്യാപിറ്റൽ ലെറ്റർ AB ഇതെല്ലാം നമുക്ക് 3Dയിലാണ് വരിക, സ്പേസിലാണ് വരിക. എന്നാൽ സ്മോൾ ലെറ്റർ A ഡാഷ് B ഡാഷ്, അതേമാതിരി സ്മോൾ ലെറ്റർ AB, ആൽഫ, ബീറ്റ ഇതൊക്കെ വരുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലും ഹൊറിസോണ്ടൽ പ്ലെയിനിലുമാണ് വരിക. ആൽഫ എന്ന് പറയുന്നത് A ഡാഷ് B ഡാഷും, XY A ഡാഷ് തീറ്റ എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ, സ്പേസിലുള്ള ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ ക്യാപിറ്റൽ ലെറ്റർ ABയും ഹൊറിസോണ്ടൽ പ്ലെയിനും നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. അതേമാതിരി ഈ ക്യാപിറ്റൽ ലെറ്റർ ABയും വെർട്ടിക്കൽ പ്ലെയിനും നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഫൈ. അതേമാതിരി A ഡാഷ് B ഡാഷും അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂവും ഈ കാണുന്ന XY ലൈനും മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ. അങ്ങനെ വേണം പറയാൻ. അതേമാതിരി
സ്മോൾ ട്രേ ബി പ്ലാനും അതേമാതിരി എക്സ് വൈ ലൈനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ അത് മേലെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. അതാണ് എന്തെന്ന് ബീറ്റ. ആൽഫ എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും, അത് ആൽഫ. അപ്പോൾ ഇതിനെങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇത് വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ, പോയിന്റ് ക്യാപിറ്റൽ ട്രേ, ഇത് എ ബി. അപ്പോൾ ആദ്യം ഇത് എ ആണ്, ഇത് ബി ആണ്, മനസ്സിലായി. ഫസ്റ്റ് ഒബ്സർവർ ഇവിടുന്ന് നോക്കുന്നു, ഇത് ഇങ്ങനെ കിട്ടും, ഇത് 20 mm, ഇത് 15 ആണെന്ന് വിചാരിക്കുക. ഇവിടെ നോക്കുമ്പോൾ എന്ത് കിട്ടും? ഈ ക്യാപിറ്റൽ ട്രേൻ ഇവിടെ കിട്ടി, എ ഡാഷ്. ഈ 15 എന്നുള്ളത് ഇവിടെ വന്നു, ശരിയല്ലേ? അവിടെ വന്നു. ഇനി ഈ ബി എന്ന് പറയുന്നത് എ ഡാഷ് ഇവിടെ കിട്ടി. ഇത് ഫൈ ഇസ് ഗിവൺ, തീറ്റ ഇസ് ഗിവൺ, അത് ബി ഡാഷ്. ഇനി ഇയാൾ എന്ത് ചെയ്യും? അപ്പോൾ എ ഡാഷ് പ്രൊജക്റ്റ് ചെയ്തു, ബി ഡാഷ് പ്രൊജക്റ്റ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ ജോയിൻ ചെയ്യാം. ഈ തീറ്റ അതേപോലെ ഇവിടെ ആൽഫയും കിട്ടി ഇയാൾക്ക്. ഇനി ടോപ്പ് വരയ്ക്കും ഇയാൾ ചെയ്യണം, ഇയാൾ നേരെ പോയി ഇവിടെ നോക്കണം. അപ്പോൾ ക്യാപിറ്റൽ ട്രേ ഇവിടെ കിട്ടി, സ്മോൾ ട്രേ. ഈ കാണുന്ന 20 എന്ന് പറയുന്നത് ഇവിടെ വന്നു, ദിസ് ഈസ് 20. ഇനി ഈ കാണുന്ന സ്മോൾ ക്യാപിറ്റൽ ബി ഇവിടെ പ്രൊജക്റ്റ് ചെയ്തു, ദിസ് ഈസ് സ്മോൾ ലെറ്റർ ബി. അപ്പോൾ ഈ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ലെങ്ത് നമുക്ക് ഇവിടെ കിട്ടും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കിട്ടും. ദെൻ അഗൈൻ ഹി ഹാസ് ടു കം ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ. വീണ്ടും മേലേക്ക് താഴേക്ക് വന്നു, ഇവിടുന്ന് നോക്കുന്നു. അതിന് മുന്നേ മേലെ നമ്മൾ എ ബി നമ്മൾ ജോയിൻ ചെയ്യണം, വിട്ടുപോയി. എ ബി ജോയിൻ ചെയ്തു, ഇത് ഫൈ ആകുന്ന സമയത്ത് ഇത് ബീറ്റ. അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് എവിടെയുള്ള ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ മേലെ ഉള്ളത്, സ്പേസിലല്ല, എച്ച് പി ജസ്റ്റ് ഇതിൻ്റെ മേലെ ഉള്ളത്. അതിന് വീണ്ടും പഴയ പൊസിഷനിലേക്ക് വന്നു, ഈ കാണുന്ന ആക്ച്വൽ ലൈനൊക്കെ എടുത്ത് മാറ്റി, എന്നിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഈ മെത്തേഡ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്ത് വേണം? ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അതിനൊരു ടെക്നിക്ക് ഉണ്ട്. ഇതാ ആദ്യം ഇങ്ങനെയുള്ളത്. ഫസ്റ്റ് ഒബ്സർവർ ഇവിടുന്ന് നോക്കിയാണ്, നോക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇൻക്ലൈൻഡ് ബോത്ത് എച്ച് പി ആൻഡ് വി പി എന്നുള്ള ഈ ലൈനിനെ പാരലൽ ടു വി പി ആൻഡ് ഇൻക്ലൈൻഡ് ടു എച്ച് പി നാക്കി വെക്കുക. അപ്പോൾ എവിടെയാണ് വി പിക്ക് പാരലൽ അത് നമ്മൾ ആദ്യം വരയ്ക്കുക. സോ ഫസ്റ്റ് ഡ്രോ എക്സ് വൈ ലൈൻ, പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ ട്രേ വരച്ചു. എ ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റിലൊക്കെ പോയിന്റ് ക്യാപിറ്റൽ ട്രേ ഈസ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ്. Therefore, A dash will come above XY line and small tray will come below XY line. A dash 15 mm above HP and 20 mm in front of VP എന്ന് വിചാരിക്കും. അപ്പോൾ A dash കഴിഞ്ഞ് കിട്ടി. ഇനി ഇതിനെ തിരിക്കുകയാണ്, ഇത് ഇങ്ങനെ കൊണ്ടുവന്നു. ഒബ്സർവർ ഇവിടെ ഉള്ളത് അയാൾ ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ ട്രൂ ലെങ്ത് കിട്ടി, പാരലൽ അല്ല. തീറ്റ ഇസ് ഗിവൺ 30 ഡിഗ്രി. 30 ഡിഗ്രി എന്ത് ചെയ്തു? ഒരു എ ഡാഷ് B1 ഡാഷ് വരച്ചു. കാരണം നമ്മുടെ ആക്ച്വൽ ഫിഗർ ഇങ്ങനെയാണ്, ഇതാണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ വരക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇങ്ങനെയാക്കി വെച്ചു. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ എലിവേഷൻ എ ഡാഷ് ബി ഡാഷ് ആണ്. പക്ഷെ നമ്മൾ വരക്കുന്നത് ഈ എ ഡാഷ് ബി ഡാഷ് വരക്കേണ്ടിക്കില്ല. ആദ്യം എന്ത് വേണം? ഇതിനെ ഇങ്ങനെയാക്കി വെച്ചു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പേര് ഞാൻ മാറ്റി വന്ന് എ ഡാഷ് B1 ഡാഷ് എന്ന് പറയുന്നു. അതാണ് എ ഡാഷ് B1 ഡാഷ്. ഇത് ഇങ്ങനെ വെച്ചാൽ എ ഡാഷ് ബി ഡാഷ്, ഇതാണ് നമുക്ക് വേണ്ടത്. പക്ഷെ അത് കിട്ടില്ല, പെട്ടെന്ന് കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ ആദ്യം ഇതിനെ ഏതെങ്കിലും ഒരു പ്ലെയിനിന് പാരലാക്കി വെച്ചു. ഈ പൊസിഷൻ നമ്മൾ മാറ്റമുണ്ട്. ഈ പൊസിഷൻ ആകുമ്പോൾ എ ഡാഷ് ബി ഡാഷ്, പക്ഷെ ഇതിനെ നമ്മൾ ഇങ്ങനെയാക്കി മാറ്റി. അപ്പോൾ ഇതിൻ്റെ പേരെന്ന എ ഡാഷ് ബി ഡാഷ് അല്ല, എ ഡാഷ് B1 ഡാഷ്. കാരണം ഇറ്റ് ഇസ് പാരലൽ ടു എച്ച് പി, വി പി ആൻഡ് ഇൻക്ലൈൻഡ് ടു എച്ച് പി. ഇനി നമ്മൾ ഇതുകൂടി ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു ലോക്കസ് എടുക്കുക. ഇതിന് പറയുന്നത് ലോക്കസ് ഓഫ് ബി ഡാഷ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഒബ്സർവർ ഇവിടെയുള്ള ആദ്യം ഇങ്ങനെ വെച്ചു, എ ഡാഷ് B1 ഡാഷ് വരച്ചു, ലോക്കസ് വരച്ചു. ഇനി ഇതേ ഒബ്സർവർ മേലെ നോക്കുക. മേലെ നോക്കുമ്പോൾ എന്താ കണ്ടുക? എച്ച് പി പ്രൊജക്റ്റ് ചെയ്യുന്നതായിരിക്കും. സ്മോൾ ട്രേ ബി അല്ലേ? അപ്പോൾ ഈ സ്മോൾ ട്രേ ഇവിടെയുണ്ട്. അപ്പോൾ അതിങ്ങനെ വരക്കുക, എനിക്കൊരു പ്രൊജക്റ്റ് ചെയ്യാം. അതായത് എല്ലാ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു വേ ഓഫ് പാത്ത് അതുണ്ട്, അത് ഓർമ്മിച്ചാൽ മതി. അതായത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാ പ്രോബ്ലം എളുപ്പമാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എ ഡാഷ് B1 ഡാഷ്, നെക്സ്റ്റ് എ B1, പിന്നെ ഒരു ആർക്കാണ്, അതായത് എ ബി. ഇതാണ് എ ഡാഷ് B1 ഡാഷ്. അത് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ എ B1 വരക്കണം. അപ്പോൾ എ ഓൾറെഡി ഇവിടെ ഉണ്ട്. പിന്നെ B1 ഡാഷ് ഈ എക്സ് വൈ ലൈനിന് താഴേക്ക് പോകുമ്പോൾ B1 ഡാഷ് എന്നുള്ളത് B1 ആയി മാറും. ഡാഷ് ആകുമ്പോൾ ഇവിടെ ഡാഷ്, എ നാകുമ്പോൾ അത് ഈ B1 എ എന്നാകുമ്പോൾ ഇവിടെ B1 ഡാഷ് എന്നുള്ളത് B1 ആയി മാറി.
എ ഡാഷ് എന്നുള്ളത് എ മാറി, B1 ഡാഷ് എന്നുള്ളത് B1 ആയി മാറി. പിന്നെ ഇവിടുന്ന് എന്ത് ചെയ്യുന്നത്, ഒരു ആർക്കാണ് ഇങ്ങനെ. ആ ആർക്കിൻ്റെ പേരാണ് AB എന്നാണ് ആ ആർക്കിൻ്റെ പേര്, AB. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടില്ലേ, ഈ സ്ട്രെയിറ്റ് ലൈനാണ് ഇത്. പിന്നെ AB1 നമുക്ക് AB കിട്ടണമെങ്കിൽ ഒരു ആർക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത് ഗ്യാപ്, ഇങ്ങനെ ഒരു ആർക്ക് എടുക്കുക. ഇനി നെക്സ്റ്റ് കിടക്കുമ്പോൾ, അപ്പോൾ ഇതോടുകൂടി ഇൻക്ലൈൻ ടു ബോത്ത് SP ആൻഡ് VP, ഇൻക്ലൈൻ ടു SP പാരലൽ ടു VP എന്നൊരു ചിത്രമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ വരച്ചു കഴിഞ്ഞത്. ഇവിടെ നമുക്ക് നോക്കി ഇത് ആൽഫയല്ല, ഇത് തീറ്റയാണ്, കാരണം ട്രൂ ലെങ്ത് അല്ലേ, A'(B1' ഇസ് എ ട്രൂ ലെങ്ത്. ഇനി നമ്മൾ അടുത്ത സെക്കൻഡ് കേസ് ചെയ്യാൻ പോകുന്നത് ഇൻക്ലൈൻ ടു VP പാരലൽ ടു SP. അപ്പോൾ XY വരച്ചു, പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ A, ഇത് A' ഇത് A ആണ് നമുക്ക് മനസ്സിലായി, ഇത് 20 ഇത് 15 ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇൻക്ലൈൻ ടു SP, ഇൻക്ലൈൻ ടു VP പാരലൽ ടു SP എന്ന് ഇങ്ങനെ ഉള്ളത് മേലെ നോക്കുക, എന്ത് കിട്ടി, AB2. അപ്പോൾ ഇതിൻ്റെ പേര് ഓർമ്മിക്കണം, ഇൻക്ലൈൻ ടു SP പാരലൽ ടു, ഇൻക്ലൈൻ ടു VP പാരലൽ ടു SP എന്ന് പറയുമ്പോൾ AB2 A'(B2' A'(B'. ഈ ഒരു ഇത് ഓർമ്മിക്കുക. ഇൻക്ലൈൻ ടു ബോത്ത് SP ആൻഡ് VP പ്രോബ്ലത്തിൽ ഫസ്റ്റ് ഇൻക്ലൈൻ ടു SP പാരലൽ ടു VP, അതായത് ഇൻക്ലൈൻ ടു SP പാരലൽ ടു VP എന്ന് പറയുമ്പോൾ, ഇൻക്ലൈൻ ടു SP പാരലൽ ടു VP എന്ന് പറയുമ്പോൾ നമ്മുടെ വരക്കുന്ന മെത്തേഡ് എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, A'(B1' AB1 AB. ഇൻക്ലൈൻ ടു SP പാരലൽ ടു VP എന്ന് പറയുമ്പോൾ A'(B1' AB1 AB. ഇനി അടുത്തത് പാരലൽ ടു HP ആൻഡ് ഇൻക്ലൈൻഡ് ടു VP എന്ന് പറയുമ്പോൾ എന്ന് പറയണം, പാരലൽ ടു SP എന്ന് പറയുമ്പോൾ AB2 A'(B2' A'(B'. ഇതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കേൾക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. സെക്കൻഡ് കേസിൽ നമ്മൾ XY പഠിച്ചു, പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ A പഠിച്ചു, ദിസ് ഈസ് A', ഇത് A ആണ്, ഇത് 20 ആണ്, ഇത് 15 ആണ് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻക്ലൈൻ ടു VP പാരലൽ ടു SP. ഇൻക്ലൈൻ ടു VP പാരലൽ ടു SP എന്ന് പറയുമ്പോൾ AB2 A'(B2' A'(B'. ഇവിടെ നിങ്ങളുടെ സ്ട്രെയിറ്റ് ലൈനും പിന്നെ ഒരു ആർക്കുമാണ് വരിക. അപ്പോൾ ആദ്യം AB2 എന്ന് പറയുമ്പോൾ ട്രൂ ലെങ്ത് പഠിച്ചില്ലേ, ഇതാണ് AB2. ലോക്കസ് വരച്ചു. സോ ദിസ് ഈസ് ദി ലോക്കസ് ഓഫ് സ്മോൾ ലെറ്റർ B. ലോക്കസ് ഓഫ് സ്മോൾ ലെറ്റർ B. AB2 ഇവിടെ കിട്ടി. ഇനി അടുത്ത് A'(B2' നമുക്ക് വേണ്ടത്, അതിന് A' ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ പഠിച്ചേക്കുക, ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ. ഇനി ഈ പോയിന്റ് ഇങ്ങോട്ടേക്ക് പെർപെൻഡിക്കുലർ, ഈ പെർപെൻഡിക്കുലറിനെയാണ് ഈ കാണിച്ചത്, ഈ ലൈൻ ഉണ്ടോ സ്ട്രെയിറ്റ് എടുക്കുക. ഇനി എന്ത് ചെയ്യണം, A'(B'. അപ്പോൾ A' ഇവിടെ ഉണ്ട്, ഇവിടെ കുത്തിയിട്ട് കോമ്പസിൽ ഇത്രയും ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ ആർക്കും വേണ്ടി കഴിഞ്ഞു. അതാണ് സെക്കൻഡ്. ഇനി ഇതും ഇതിന് തൊട്ട് മുന്നേ വരച്ചിട്ടുള്ള ചിത്രം കൂടിയിട്ട് കമ്പൈൻ ചെയ്യാം എന്നാൽ നമ്മൾ ആൻസറായി. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻക്ലൈൻ ടു ബോത്ത് SP ആൻഡ് VP എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, പാരലൽ ടു VP ഇൻക്ലൈൻ ടു SP എന്നാക്കി മാറ്റുക. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് A'(B1' AB1 AB. സെക്കൻഡ് ഇൻക്ലൈൻ ടു VP പാരലൽ ടു SP എന്ന് പറയുമ്പോൾ AB2 A'(B2' A'(B'. ആർക്ക് സ്ട്രെയിറ്റ് ലൈൻ ആർക്ക് ജസ്റ്റ് നിനക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്, അതായത് ഇൻക്ലൈൻ ടു SP പാരലൽ ടു VP ആണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ പഠിച്ചു, ഇത് A', ഇത് A'(ഉം A'യും പഠിച്ചു. കുറച്ച് താഴെയാണ് A വരിക, ഇത് 20 ഇത് 15. പിന്നെ ഫസ്റ്റ് ക്വാർട്ടർ തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. A'(B1' ഇവിടെ പഠിച്ചു,
ഇവിടെ വെച്ചു. സോ ദിസ് ഇസ് ബി വൺ ഡാഷ്. ഉടനെ തന്നെ ലോക്കസ് ട്രൂ ലെങ്ത് കിട്ടിയ ഉടനെ ലോക്കസ് എടുക്കുക. സോ ദിസ് ഇസ് ലോക്കസ് ഓഫ് ബി ഡാഷ്. ഇനി ഇത് എന്താണ് AB1. AB1 ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ്. ഈ സ്ട്രെയിറ്റ് ആണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ വളരെ സ്ട്രെയിറ്റ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വരച്ചു, ഇത് വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഈ കാണുന്ന നിങ്ങളുടെ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ അത് ഇവിടെ നിങ്ങളെ മുട്ടിക്കുക. അപ്പോൾ ഇതുമായി B1 ഇവിടെ പോയിന്റ് കിട്ടി. അപ്പോൾ ഇതുമായി ഇനി AB കിട്ടണം. അതിനെന്താ വേണ്ടത്? സ്മോൾ ട്രേ സെൻറ്റർ ആക്കിയിട്ട് B1 റേഡിയസിൽ ആർക്ക് ആയില്ലേ. ഇനി നമുക്ക് സ്മോൾ ട്രേ AB കിട്ടണം. അത് കിട്ടിയില്ല. അപ്പോൾ ഇത് തീറ്റ ഈക്വൽ ടു ഗിവൻ 30 ഡിഗ്രി പ്ലസ് സെക്കൻഡ് കേസ് സെയിം എക്സ് വാല്യൂ വരച്ചു. പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ ട്രേ വരച്ചു. ഇവിടെ നിന്ന് കിട്ടി എ ഡാഷ്, ഇവിടെ എ ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? എന്താ AB2 ഇത്രയും വലുതാക്കി നമുക്ക് സ്ഥലം കിട്ടില്ല. കുറച്ചുകൂടി ചെറുതാക്കാം. ഇപ്പോൾ അടുപ്പിക്കാം. ഇപ്പോൾ കുറച്ച് ചെറുതായിട്ട് ഞാൻ വരക്കുക സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എക്സ് വാല്യൂ വരച്ചു. ഇത് എ ഡാഷ്, ഇത് എ വരച്ചു. ഓക്കെ. ഇനി നെക്സ്റ്റ് AB2 വരക്കാൻ പോകുന്നത്. അതാദ്യം ഇവിടെ വരച്ചു. AB2 ലോക്കസ് വരച്ചു. അത് ലോക്കസ് ഓഫ് ബി അത് വരച്ചു. ഇനി ഇത് വേണം അടുത്തത്. ഫസ്റ്റ് ഇത് കഴിഞ്ഞു. ഇനി ഈ കാണുന്ന ഈ സ്ട്രെയിറ്റ് ലൈൻ അത് എ ഡാഷ് B2 ഡാഷ്. എ ഡാഷ് B2 ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങോട്ട് വരച്ചു. അതാണ് ഇവിടെ കഴിഞ്ഞു. എ ഡാഷ് B2 ഡാഷ് നമുക്ക് കിട്ടണം. അതിന് വേണം ഇത് ഉപയോഗിക്കണം. ഈ ലൈൻ സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്തില്ലേ. സോ യു ഗോട്ട് എ ഡാഷ് B2 ഡാഷ്. ഇതും കിട്ടി. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നിൽക്കട്ടെ. ഇനി ഞാൻ കണ്ടുപിടിക്കുന്നത് ഒരാർക്ക് എ ഡാഷ് സെൻറ്റർ ആക്കിയിട്ട് B2 ഡാഷിന് ഒരാർക്ക് അങ്ങനെ പിടിക്കും. ഇനി AB-യും എ ഡാഷ് B ഡാഷും കാണണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? എക്സ് വൈ ലൈൻ വരച്ചു. പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ ട്രേ വരച്ചു. ഇത് എ ഡാഷ്, ഇത് എ. ഈ കാണുന്നത് 15, ഈ കാണുന്നത് 20. ഇവിടെ ഇങ്ങോട്ടേക്ക് വരച്ചു. ഇത് B1 ഡാഷ് ലോക്കസ്. ഇത് ഇവിടെ നോക്കി വരക്കുക തന്നെ. ഇത് ലോക്കസ് ഓഫ് ബി ഡാഷ്. നെക്സ്റ്റ് ഇവിടുത്തെ സ്ട്രെയിറ്റ് ലൈൻ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്തു. എന്ത് കിട്ടി? B1 അത് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഒരു ആർക്കിനെ വരച്ചു. ഈ ചിത്രം കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഈ ചിത്രം എടുക്കുന്നു. എ ഇവിടെ ഉണ്ട്. പ്രൊട്ടക്ടർ ഇവിടെ വെക്കുന്നു. 45 ഡിഗ്രി ആംഗിൾ എടുക്കുന്നു. അപ്പം ഒരു എ, ഇത് B2 ലോക്കസ് വരക്കുന്നു. ഈ ലോക്കസ് ഇവിടെ ലോക്കസ് ഓഫ് ബി. ഇനി ചെയ്യണം? എ ഡാഷ് ഇവിടെ ഉണ്ട്. ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ ഇങ്ങനെ എടുക്കുന്നു. ഇവിടെ നിന്ന് മേലോട്ടേക്ക് കൊണ്ടുവരുന്നു. B2 ഡാഷ്. ഇനി എന്ത് വേണം? ബി ഡാഷും എ ഡാഷ് ബി ഡാഷും AB കാണണ്ടേ. എ ഡാഷിൻ്റെ പോയിന്റും എന്റെ പോയിന്റും അറിയാം. ഇനി ബി ഡാഷും ബിയും കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ബി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഈ ലോക്കസിൻ്റെ മേലെ ഒടിവായിട്ട് വരിക. ബി എന്ന് പറയുന്ന പോയിന്റ് ലോക്കസിൻ്റെ മേലെ ഒടിവായിട്ട് വരും. അത് നമ്മൾ കാണണം. അത് കാണണമെങ്കിൽ ഇവിടെ ഇപ്പം B1 ഡാഷിൻ്റെ പോയിന്റ് നമുക്കിവിടെ മനസ്സിലായി. ബി ഡാഷിൻ്റെ പോയിന്റ് നമുക്കറിയാം. B1 ഡാഷിൻ്റെ പോയിന്റ് നമുക്ക് മനസ്സിലായി ഇവിടെയാണ്. B2 ഡാഷിൻ്റെ പോയിന്റ് നമുക്ക് മനസ്സിലായി. നമുക്ക് ബി ഡാഷിൻ്റെ പോയിന്റ് കിട്ടണം. അത് കിട്ടണമെങ്കിൽ ഇത് സെൻറ്റർ ആക്കിയിട്ട് ഇത് റേഡിയസിൽ ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരക്കുക. ആ ആർക്കാണ് ഈ വരക്കുന്ന ആർക്ക് കണ്ടോ. ഇത് അതാണിത്. അതിവിടെ കട്ട് ചെയ്യും. അങ്ങനെയാണ് നമുക്കിത് എന്തോ കിട്ടുന്നത്? ഈ ബി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതേമാതിരി ബി ഡാഷ് ഇനി AB വേണമല്ലോ. ആ AB വേണമെങ്കിൽ എന്ത് വേണം? ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് വരച്ചു. ഇനി ഈ കാണുന്ന ചിത്രം കണ്ടോ. ഇത് ഈ കാണുന്ന ആർക്ക്. അപ്പം AB1 ഇതാണ് AB1. അവിടെ ഈ ആർക്ക് ഇങ്ങനെ പോയിട്ട് എന്ത് ചെയ്യും? ഇത് ഇവിടെ കട്ട് ചെയ്യും. ഈ ലോക്സിനെ കട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ B2 ഇതാ B2 ഒക്കെയാണ്. B2 ഒക്കെയാണ്. B1 ഒക്കെയാണ്. ബി എന്ന് പറയുന്ന പോയിന്റ് കിട്ടണം. B2 കിട്ടി. B1 കിട്ടി. ബി എന്ന് പറയുന്ന പോയിന്റ് കിട്ടാൻ വേണം ഈ ആർക്ക് ഇങ്ങനെ പോയിട്ട് ഈ ലോക്കസിനെ കട്ട് ചെയ്യണം. ഈ ലോക്കസിൻ്റെ മേലെ തന്നെ ബി എന്ന് പറയുന്ന പോയിന്റ് വരും. ഉറപ്പാണ്. B2 ബിയും എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിൽ വരണം. അതേമാതിരി B1 ഡാഷും ബി ഡാഷും സ്ട്രെയിറ്റ് ലൈനിൽ വരണം.
അങ്ങനെ നമുക്ക് ബി എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി. ഇനി ഇത് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് എ ബിയും കിട്ടി, എ ഡാഷ് ബി ഡാഷും കിട്ടി. ഈ എ ഡാഷ് ബി ഡാഷും എ ബിയും ഇതാണ് എലിവേഷനും പ്ലാനും. ഈ ആംഗിളാണ് ആൽഫ, ദിസ് ആംഗിൾ ഈസ് തീറ്റ. അതേപോലെ ഈ കാണുന്ന ആംഗിൾ ഫൈ, ദിസ് ഈസ് ദി ആംഗിൾ ബീറ്റ. അങ്ങനെയാണ് ആൽഫയും ബീറ്റയും കിട്ടുന്നത്. ഈ എ ഡാഷ് ബി ഡാഷും എ ബി ആണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇതല്ലേ നമ്മളെ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ടുള്ള എ ഡാഷ് ബി ഡാഷ് ഇവിടെയും കിട്ടി, മേലെ നോക്കുമ്പോൾ എ ബി എന്ന് പറയുന്നത് ഇവിടെയും കിട്ടി. ഈ ഒരു ഇത്രയും പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഫൈനൽ ആൻസർ ആയിട്ടുള്ള എ ഡാഷ് ബി ഡാഷിൻ്റെ വാല്യൂ എത്രയാണ്, എ ഡാഷ് ബി ഡാഷിൻ്റെ ലെങ്ത് എത്രയാണ്, എ ബിയുടെ ലെങ്ത് എത്രയാണ്, അതായത് സ്മോൾ ലെറ്റർ എ ഡാഷ് ബി ഡാഷിൻ്റെ ലെങ്ത് എത്രയാണ്, സ്മോൾ ലെറ്റർ എ ബി അതായത് പ്ലാനിൻ്റെ ലെങ്ത് എത്രയാണ്, ആൽഫയുടെ ലെങ്ത് എത്രയാണ്, ഫൈൻ്റെ ബീറ്റേൻ്റെ ലെങ്ത് എത്രയാണ്, ഇതൊക്കെ കാണണമെങ്കിൽ ഈ മെത്തേഡിൽ കൂടി പോയാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ കിട്ടൂ. എല്ലാത്തിടത്തോളം കിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടി കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. എന്നാൽ പിന്നെ കാര്യം എളുപ്പമായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇൻക്ലൈൻഡ് ബോത്ത് എസ് പി ആൻഡ് വി പി ആണ്. ഏതൊക്കെ പ്ലെയിന് പാരലാക്കി വെച്ചു, വി പിക്ക് പാരലാക്കി വെച്ചു. വി പിക്ക് പാരലാക്കി വെക്കുമെന്ന് പറയുമ്പോൾ 5 = 0 ആയി. കണ്ടില്ലേ, ഇവിടെ 5 = 0 അല്ലേ, 5 = 0. ഇവിടെ തീറ്റ = 2 ആംഗിൾ 35 ഡിഗ്രി. അത് വെച്ചിട്ട് എന്ത് ചെയ്തു, എ ഡാഷ് ബി വൺ ഡാഷ് വരച്ചു. ഇനി ലോക്കസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് കഴിച്ചാൽ ആദ്യം ഈ ഒബ്സർവർ ഇവിടെ നിന്ന് നോക്കിയിട്ട് എ ഡാഷ് ബി വൺ ഡാഷ് വരച്ചു. പിന്നെ അതേ ഒബ്സർവർ ഇവിടെ നിന്നുകൊണ്ട് ഇയാൾ ഇത് പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കുമായിരുന്നു. വെറുതെ ഒരു രസത്തിന് ഇങ്ങനെ തിരിക്കുക, അതുപോലെ പണിയൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ തിരിക്കുക. നിങ്ങൾ ഗെയിം കളിക്കുന്നില്ലേ, അതേമാതിരി ഇയാൾ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഫ്രണ്ട് നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റും, ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് കാണുക. ഇത് നിങ്ങൾക്ക് അങ്ങനെ തോന്നൂല, പക്ഷെ എന്നാലും തോന്നിക്കോളൂ കേട്ടോ, അത് സ്ട്രെയിറ്റ് ആയിട്ടാണ് കാണുക. ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന സ്ട്രെയിറ്റ്. മേലെ നോക്കുമ്പോൾ സർക്കിളായിരിക്കും, ഒരു സർക്കിൾ, അല്ലെങ്കിൽ ഒരു വള. ആ വള നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ ടോപ്പ് നോക്കുമ്പോൾ നമുക്കൊരു സർക്കിളായിട്ട് കാണും. എന്നാൽ ഫ്രണ്ട് നോക്കുമ്പോൾ എന്തായിട്ട് കാണുക, സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് കാണുക. അതേ അവസ്ഥയായിട്ട് ഇത് നിങ്ങൾ തിരിക്കുന്ന സമയത്ത് മേലെ നോക്കുമ്പോൾ ഒരു സർക്കിളായിട്ട് കാണുന്നു, ഫ്രണ്ട് നോക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കാണുന്നു. അതാണ് ലോക്കസ് ഓഫ് ബി ഡാഷ്. അപ്പോൾ ഇയാൾ ഇവിടെ നിന്ന് ഇതിനെ ഇങ്ങനെ ആക്കി വെച്ച് എ ഡാഷ് ബി വൺ ഡാഷ് വരച്ചു, മേലെ നോക്കി എ ബി വൺ വരച്ചു. പിന്നെ തിരിച്ചു ഇയാൾ ഇതിനെ പറ്റി ഇയാൾ ഇങ്ങനെ ആക്കി. അങ്ങനെ ആക്കുന്ന സമയത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ലോക്കസ് ഓഫ് ബി ഡാഷ്. ഇനി എത്ര ആംഗിളാണോ ഇൻക്ലൈൻഡ് വിത്ത് വി പി, അത് പഠിത്തം ഇങ്ങനെ ആക്കുമല്ലേ, ഇങ്ങനെ ആണ് ഈ കാണുന്നത്. ഫ്രണ്ട് നോക്കിയിട്ട് ആദ്യം ഇങ്ങനെ വെച്ചു, എ ഡാഷ് ബി വൺ ഡാഷ് വരച്ചു. ഇനി ഇതേ ആൾ ഇവിടുത്തെ ഫ്രണ്ടിൽ നിന്ന് ട്രൂ ലെങ്ത് കിട്ടിയിട്ട് അയാൾക്ക് ഒരു രസം, അയാൾ ഇവിടുത്തെ ഇത് ഇങ്ങനെ ആക്കി കളിച്ചു. അതാണിത്. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അയാൾ വീണ്ടും നിങ്ങളെ പോലെ തന്നെ വീണ്ടും പഴയ പോലെ തന്നെ വെച്ചു, വി പിക്ക് പാരലായിട്ട്. നെക്സ്റ്റ് ഇതേ മനുഷ്യൻ ആദ്യം നോക്കിയിട്ട് ട്രൂ ലെങ്ത് വരച്ചു, പിന്നെ ഇത് ഇങ്ങനെ ആക്കി കളിച്ചു, പിന്നെ വീണ്ടും അതേമാതിരി വി പിക്ക് പാരലാക്കി വെച്ചു. അതിനുശേഷം ഇയാൾ മേലെ കയറി നോക്കി, ടോപ്പ് നോക്കുമ്പോൾ എന്ത് ചെയ്തു, എ ബി വൺ കിട്ടി. ഇനി ചെയ്തു, ഇതിപ്പോൾ ഇൻക്ലൈൻ ടു എസ് പി ആണ് ഞങ്ങൾക്ക് ഓൾറെഡി ഉറപ്പായി, ഇവിടുന്ന് മനസ്സിലായി ഇൻക്ലൈൻ ടു എസ് പി ആണ്. എന്നിട്ടാണ് ഇയാൾ എ ഡാഷ് ബി വൺ ഡാഷും ഈ കാണുന്ന ലോക്കസും ഒക്കെ വരച്ചത്. ഇനി മേലെ നോക്കി ഇയാൾ എ ബി വൺ പ്രൊജക്ട് ചെയ്തു. പിന്നെ ഇയാൾ ഇവിടുന്ന് ഇങ്ങനെ ആക്കി വെച്ചു. അപ്പോൾ ഫൈൻ കിട്ടി. അപ്പോൾ ഓൾറെഡി ഇയാൾക്ക് നേരത്തെ തീറ്റ അറിയാം, ഫൈൻ കിട്ടിയല്ലോ. ആ ഇതാണ് ആർക്ക്. ഒന്നുകൂടി നോക്കാം. ഇൻക്ലൈൻ ടു ബോത്ത് എസ് പി ആൻഡ് വി പി ആണ് ആൻസർ. ഈ ഒബ്സർവർ ഇവിടുന്ന് നോക്കിയിട്ട് ഇതിനെ പാരലൽ ടു വി പി ഇൻക്ലൈൻ ടു എസ് പി ആക്കി വെച്ചു, എ ഡാഷ് ബി വൺ ഡാഷ് വരച്ചു. നെക്സ്റ്റ് ഇയാൾ എന്ത് ചെയ്തു, ഇവിടുന്ന് പഠിച്ച് ഒരു തമാശക്ക് ഇങ്ങനെ ആക്കി വെച്ചു. അതാണ് ഈ കാണുന്ന ലോക്കസ്. വീണ്ടും ഇയാൾ ഇങ്ങനെ ആക്കിയിട്ട് ഇയാൾ പാരലൽ ടു വി പി ഇൻക്ലൈൻ ടു എസ് പി തന്നെയാണ് വെച്ചത്. അപ്പോൾ ഇയാൾ കൃത്യമായിട്ട് ഇവിടെ തീറ്റയും കിട്ടി. അപ്പോൾ ഇയാൾ പറഞ്ഞു ഇനി ഞാൻ മേലെ പോയിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. മേലെ പോയി നോക്കുമ്പോൾ എന്താ അവസ്ഥ, 5 = 0 ആണ്. അവിടെ 5 = 0 അല്ലപ്പോൾ 5 = 45 ഡിഗ്രി എത്രയോ ഉണ്ട്. ഫ്രണ്ട് നോക്കുമ്പോൾ വീട് ഫ്രണ്ടിൽ നോക്കുമ്പോൾ തീറ്റ 30 ഡിഗ്രി ഉണ്ട്, പക്ഷെ മേലെ നോക്കുമ്പോൾ 5 = 0 ആണ് കാണുന്നത്. അപ്പോൾ ഇയാൾ ചെയ്തു, മേലെ നിന്ന് ഇത് പിടിച്ച് ഇയാൾ ഇങ്ങനെ തിരിച്ചു. അപ്പോൾ മേലെ നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റില്ല, ഒരു ആർക്ക് പോലെ കാണാൻ പറ്റുമോ, അതിങ്ങനെ വളക്കുമ്പോൾ ആ ആർക്കാണ് ഈ കാണുന്ന ആർക്ക്. അത്രയേ ഉള്ളൂ. ഇനി അതേമാതിരി ഇയാൾ ചെയ്തു, ഇതിനെ ഇൻക്ലൈൻ ടു വി പി പാരലൽ ടു എസ് പി ആക്കി വെച്ച്. അപ്പോൾ ട്രൂ ലെങ്ത് ഇവിടെ നിന്ന് ഇയാൾ ഫ്രണ്ട് നോക്കുമ്പോൾ ഇയാൾ പറഞ്ഞു ട്രൂ ലെങ്ത് ഇവിടുന്ന് ട്രൂ ലെങ്ത് കിട്ടുന്നില്ലല്ലോ, ഒരു കാര്യം ചെയ്തിട്ട് ഞാൻ മേലെ പോയി നോക്കട്ടെ ട്രൂ ലെങ്ത് കിട്ടുമെന്ന്. ഇയാൾ മേലെ പോയി നോക്കി, ഇയാൾ പറഞ്ഞാൽ ട്രൂ ലെങ്ത് കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ ഇയാൾ ചെയ്തു, ഇവിടെ എ ബി ടു വരച്ചത് ഉണ്ടോ, എ ബി ടു വരച്ചു. ആംഗിൾ ഇയാൾക്ക് കൃത്യമായിട്ട് കിട്ടി 5. ആ ആംഗിൾ ഇയാൾക്ക് കൃത്യമായിട്ട് കിട്ടി. പിന്നെ എന്ത് ചെയ്തത്, ഇയാൾ ഇത് ഇയാൾ ഇതിനെ ഇങ്ങനെ ആക്കി വെച്ച് ഇങ്ങനെ കളിച്ചു ഇയാൾ. അപ്പോൾ നിങ്ങൾക്ക് സർക്കിളായിട്ട് കാണാൻ പറ്റും, പക്ഷേ മേലെ നോക്കുന്ന ഇയാൾക്ക് എന്താ കാണാൻ പറ്റുമോ, ഇതൊരു ലോക്കസായിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് കാണാൻ പറ്റുമോ.
സ്ട്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റും അങ്ങനെ. അപ്പോൾ ലോക്കസ് വരച്ചു. ഇനി എന്ത് ചെയ്തു? അപ്പോൾ ഇയാൾക്ക് ട്രൂ ലെങ്ത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഫൈയും കാണാൻ പറ്റുന്നുണ്ട്, ഇയാൾ ലോക്കസും വരച്ചു കഴിഞ്ഞു. അതുകൊണ്ട് 5 = 45 ഡിഗ്രിയാണ് ഇയാൾക്ക് മനസ്സിലാക്കി. വീട് മുമ്പിൽ നോക്കുമ്പോൾ ഇയാൾ പറഞ്ഞു തീറ്റ ആയിക്കോട്ടെ ഇപ്പോൾ 0 ആണല്ലോ കാണുന്നത്, ഞാൻ മേലെ നോക്കുന്ന സമയത്ത് 5 = 45 ഡിഗ്രി കിട്ടിയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇയാൾ ഇവിടുന്ന് മെല്ലെ ഇങ്ങോട്ട് ഉയർത്തി, ഈ ഉയർത്തും എന്താക്കി മാറ്റി, ഇവിടെ 30 ഡിഗ്രി ആക്കി മാറ്റി തീറ്റ. ഈ ഉയർത്തുന്നത് ഒരു ആർക്ക് രൂപത്തിലാണ് വരിക. ആ കാണുന്ന ആർക്കാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ആർക്ക്. അതാണ് സംഭവം. പിന്നെ നമ്മൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നമുക്ക് ഈ ആൻസർ കിട്ടും. പക്ഷെ നിങ്ങൾ ഇത്രമാത്രം ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ബാക്കി നമുക്കിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വന്നോളൂ കേട്ടോ. വേറെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രേ ഉള്ളൂ. ഇംഗ്ലണ്ട് ബോത്ത് SPN VP ആകുമ്പോൾ ആദ്യം ചെയ്യണം, ഇവിടുന്ന് നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുക, A', B', വരച്ചു. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഇതിനാ അപ്പോൾ തീറ്റ ഇയാൾക്ക് മനസ്സിലായി, തീറ്റ 35 ഡിഗ്രിയാണ്, 5 = 45 ഡിഗ്രിയാണ്. ഇനി എനിക്കറിയാം ക്വസ്റ്റ്യൻ ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ ABC = ഇത്ര, ഇത് 3 ഇയാൾക്ക് അറിയാം. അപ്പോൾ ഇയാൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇയാൾ പറഞ്ഞു ഇംഗ്ലണ്ട് ബോത്ത് SPN VP ആയതുകൊണ്ട് എനിക്ക് ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂയും പെട്ടെന്ന് വിചാരിച്ച പോലെ വരക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനെന്ത് ചെയ്യും, VPക്കോ HPക്കോ ആദ്യം പാരലായിട്ട് വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇംഗ്ലണ്ട് ബോത്ത് SPN VP ആയതുകൊണ്ട് ആദ്യം ഇയാൾ VPക്ക് പാരലാക്കി വെച്ചു. അങ്ങനെ A', B', വരച്ചു. പിന്നെ ഇയാൾ ഒരു തമാശക്ക് എന്ത് ചെയ്തു നോക്കി, അപ്പോൾ തീറ്റ കിട്ടി, അപ്പോൾ ട്രൂ ലെങ്തും കിട്ടി, തീറ്റയും കിട്ടി. ഇനി 5 ചെക്ക് ചെയ്യണം എനിക്ക്, അത് 45 ഉണ്ടോ എന്നുള്ള കാര്യം. പിന്നെ ഇയാളെ ഇവിടുത്തെ ടെസ്റ്റിന് ഇങ്ങനെ എടുത്തിങ്ങനെ ചുറ്റി ലോക്കസ് ഇവിടെ വരച്ചു. പിന്നെ ഇയാൾ ഇവിടുത്തെ മേലെ കയറ്റുന്നു നോക്കുമ്പോൾ ഇയാളെ 5 = 45 ഡിഗ്രി ഇല്ലല്ലോ. ഇപ്പം ഞാൻ നോക്കുമ്പോൾ VPക്ക് പാരലായിട്ടാണ് ഉള്ളത് ഈ ലൈന്, അപ്പോൾ 5 = 0 വന്നു. മേലെ നോക്കുമ്പോൾ ഇപ്പോൾ A', B', ആകുമ്പോൾ മേലെ നോക്കുമ്പോൾ A', B', കിട്ടി. അത് ഇയാളെ പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ A', B', കിട്ടി, ട്രൂ ലെങ്ത് കിട്ടി, തീറ്റയും കിട്ടി, സ്മോൾ A', പ്രൊജക്റ്റും ചെയ്തു. പക്ഷേ ഇയാൾ പറഞ്ഞു മേലെ നോക്കുമ്പോൾ 5 കാണാൻ പറ്റുന്നില്ല, 5 = 45 ഡിഗ്രി എന്നാണല്ലോ പറയുന്നത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇയാളെന്തൊരു മേലെ നിന്ന് ഈ സാധനത്തിൽ പിടിച്ച് ഇയാൾ നല്ല മുമ്പോട്ടേക്ക് നിങ്ങളെ കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ സ്ക്രീനിലേക്ക് തിരിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ 45 ഡിഗ്രി കിട്ടി. അപ്പോൾ മേലെ നോക്കുമ്പോൾ നമ്മൾ ഒരു ആർക്ക് രൂപത്തിലാണ് വരിക. ആ ആർക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ A', B', ഇങ്ങനെ വെക്കുന്ന സമയത്ത് പാരലൽ VP ആയിട്ട് വെക്കുന്ന സമയത്ത് A', B', എന്ന് പറയുന്നത് മേലെ നോക്കുമ്പോൾ കാണുന്ന സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ താഴെ, ആ കാണുന്ന ലൈനാണ് A', B'. പിന്നെ അതേ ഇതിന് ഇയാൾ ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ഈ താഴെയുള്ള സ്മോളർ A', ആണ് തിരിയുന്നത്. ഈ സ്മോളർ ഈ കാണുന്ന ക്യാപിറ്റൽ A', ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ഇവിടെ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള സ്മോളർ A', തിരിയുന്നുണ്ട്. ആ തിരിച്ചതാണ് എന്ത് കണ്ടോ? ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് എന്ന് പറയുമ്പോൾ വീണ്ടും ഇംഗ്ലണ്ട് ബോത്ത് SPN VP. VPൻ്റെ കേസ് ഓവർ. HPക്ക് ഇംഗ്ലണ്ട് ആയിട്ട് വെച്ചു, HPക്ക് പാരലാക്കി വെച്ചു. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ ഇയാൾ പറഞ്ഞു ഇത് ട്രൂ ലെങ്ത് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് ഞാൻ മേലെ പോയി നോക്കിയിട്ട് ടോപ്പ് നോക്കുന്ന സമയത്ത് ഇയാൾക്ക് ട്രൂ ലെങ്ത് AB2 എന്ന് കിട്ടി, ഈ ആംഗിൾ 5 = 45 ഡിഗ്രി എന്ന് ഇയാൾക്ക് കിട്ടി. അപ്പോൾ ഇയാൾ കൊടുക്കുന്ന AB2 വരച്ചു. പിന്നെ ഇയാളുടെ തമാശക്ക് വരുത്തുന്ന ഇതിലിങ്ങനെ ആക്കി ആ ലോക്കസും വരച്ചു. ഈ കാണുന്ന ആംഗിൾ 5 എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടല്ലോ, അതും ഇദ്ദേഹം വരച്ചു, 45 ഡിഗ്രിയാണ്. ആ ആംഗിളും ഇയാൾ വരച്ചു. അപ്പോൾ ഇയാൾക്കറിയാം ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ ക്യാപിറ്റൽ AB ഗിവൺ ആണ്, 5 = 45 ഡിഗ്രി അതും ഗിവൺ ആണ്, ഇയാൾക്ക് മനസ്സിലായി. അപ്പോൾ AB2 വരച്ചു, ലോക്കസ് വരച്ചു, ഇതും വരച്ചു. ഇനി ഇയാൾ എന്ത് ചെയ്തേ, നേരെ ഫ്രണ്ടിലേക്ക് വന്നു. ഫ്രണ്ടിൽ വന്ന് നോക്കുമ്പോൾ ഇയാൾക്ക് എന്ത് മനസ്സിലായി, നേരെ ക്യാപിറ്റൽ A ഇവിടെ പ്രൊജക്റ്റ് ചെയ്തു, ഇത് ഇവിടെയും പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ ഇയാൾ മനസ്സിലായി A', B', ഇയാൾ വരച്ചു. പിന്നെ ഇയാൾ പറഞ്ഞു നേരത്തെ തീറ്റ = 30 ഡിഗ്രിയും 5 = 45 ആണല്ലോ. പക്ഷെ 5 = 45 ഞാൻ വരച്ചു കഴിഞ്ഞു, പക്ഷെ തീറ്റ ഇവിടെ കാണുന്നില്ലല്ലോ. ഇനിയിപ്പോൾ തീറ്റേനെ 30 ഡിഗ്രി ആക്കണമെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക? അപ്പോൾ ഇയാൾ അതിനൊറ്റ വഴിയുള്ളൂ, ഇതിൽ കുറച്ചുകൂടെ ഉയർത്തുക. അപ്പോൾ ഇതിലിങ്ങനെ ഉയർത്തുന്ന സമയത്ത് ഈ വേർട്ടിക്കൽ പ്ലെയിനിൽ ഓൾറെഡി പ്രൊജക്റ്റ് ചെയ്ത A', B', ആണ് ഇങ്ങനെ വരുന്നത്. ഇതിങ്ങനെ ഇറക്കുന്ന സമയത്ത് ഇവിടെയുള്ളത് ഇതിങ്ങനെ കിട്ടി മേലോട്ടേക്ക്. അതാണ് ഈ കാണുന്ന സംഗതി. അപ്പോൾ ഇവിടെ B', 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 B' ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ വരണം.
B2 BM എപ്പോഴും ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ വരണം. അപ്പോൾ ഇവിടെ B1 ഡാഷ് കിട്ടി, ഇവിടെ B2 ഡാഷും കിട്ടി. ഇവിടെ എന്താ ഇല്ലാത്തത്? B ഡാഷ് ഇല്ലാത്തത്. അപ്പോൾ B ഡാഷ് കിട്ടണമെങ്കിൽ ഈ B2 ഡാഷ് ഇവിടെ നിങ്ങൾ ആർക്ക് വരുമ്പോൾ ഈ B2 ഡാഷ് എന്ന് പറഞ്ഞ ആർക്ക് ഈ ലോക്കസിനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് B ഡാഷ് കിട്ടും. അതേമാതിരി ബിയും B2 ഒരേ ലൈനിലാണ് വരുന്നത്. B2 നമുക്ക് ഇവിടെ കിട്ടി, B1 ഇവിടെ കിട്ടി. ഇനി B കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആർക്കൊണ്ട് വരിക. അപ്പോൾ B1 വന്നിട്ട് ഈ ലോക്കസിനെ കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? നമുക്ക് B കിട്ടി. അങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, B1 ഡാഷ് B ഡാഷ് B2 ഡാഷ് B2 ഡാഷ് B1 B വേണം. ഒരു ഓർമ്മിക്കുമല്ലേ? അതായത് ഈ B1 B2 ഡാഷ് ഈ B2 ഡാഷാണ് എന്തായി മാറുന്നത്? B ഡാഷായി മാറുന്നത്. ഈ B1 എന്ന് പറയുന്നത് B ആയിട്ട് മാറുന്നു. കേട്ടോ, ഈ B1 അതിങ്ങനെ ഈ ആർക്ക് ഇങ്ങനെ പോയിട്ട് ഈ ലോക്കസിനെ കട്ട് ചെയ്യുന്ന സമയത്ത് B1 എന്നൊരു പേര് മാറിയിട്ട് ഇവിടെ B ആയി മാറുന്നു. അതേപോലെ B2 ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ പോയിട്ട് ഈ ലോക്കസിനെ കട്ട് ചെയ്തിട്ട് ഈ B2 ഡാഷ് എന്ന് പറയുന്നത് B ആയി മാറുന്നു. ഇപ്പോൾ എന്താ പറയുന്നത്, ഇരിക്കൂർന്ന് വരുന്ന പുഴ വളവട്ടണത്തെത്തുമ്പോൾ മാറുന്നത് വളവട്ടണ പുഴയെ മാറുന്നില്ലേ? ഇരിക്കൂർന്ന് വരുന്ന പുഴ വളവട്ടണത്തെത്തുമ്പോൾ വളവട്ടണ പുഴയെ മാറുന്നു. അതേമാതിരി B2 ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ എത്തുമ്പോൾ അത് B ഡാഷ് ആയിട്ട് മാറുന്നു. That's all. Okay, I hope you got some points regarding this problem. Just practice it. It will be very helpful for scoring good marks in your university exam. Okay, good luck.